കാസർഗോഡ് റിയാസ് മൗലവിയെ വെട്ടിക്കൊന്ന കേസിൽ കേരള സർക്കാർ ഹൈക്കോടതി മുമ്പാകെ അപ്പീൽ ബോധിപ്പിച്ചു. ഈ അപ്പീൽ ഏത് കാലത്ത് പരിഗണിക്കും, എന്ത് വിധി അതിലുണ്ടാകും എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല. കേരള ഹൈക്കോടതിയിൽ ഇതുപോലുള്ള നിരവധി അനവധി അപ്പീലുകൾ വാദം കേൾക്കാതെയും തീരുമാനമാകാതെയും കെട്ടിക്കിടപ്പുണ്ട്. വധശിക്ഷയ്ക്ക് വിധിച്ച കേസുകൾ പോലും തീരുമാനം കാത്ത് കെട്ടിക്കിടക്കുകയാണ്. ഹൈക്കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കേസുകൾ അത്ര അധികമുണ്ട്. കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് കാര്യമായ വാദമൊന്നും നടന്നിരുന്നില്ല. ക്രിമിനൽ കേസുകളുടെ വാദം കേൾക്കാനായിട്ട് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരും. റിട്ട് ഹർജി വാദം കേൾക്കുന്ന പോലെയല്ല. ഈ വക കേസുകൾ കേൾക്കാനായിട്ട് ഒരു ബെഞ്ചേ ഉള്ളൂ. ആ ബെഞ്ചിൽ ഇങ്ങനെ നിരവധി അനവധി കൊലപാതക കേസുകളടക്കം വാദം കേൾക്കാനായിട്ട് ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഇതിൻ്റെ വാദം കേൾക്കും. ആ കാലത്ത് പ്രതികൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോടതി അപ്പോൾ വിധി കൽപ്പിക്കും എന്ന് മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ കരുതാൻ പറ്റുള്ളൂ. ഈ റിയാസ് മൗലവിയുടെ കൊലക്കേസിൽ വിധി വന്നതിന് ശേഷം ഈ നാട്ടിൽ വലിയ കൂളലൊക്കെ ഉണ്ടായി. എനിക്കവിടെ സൂര്യനെല്ലി കേസിലെ പ്രതികളെ വെറുതെ വിട്ടപ്പോൾ പോലും ഇത്ര വലിയ പൂകിലോ പൂക്കാറോ ഉണ്ടായില്ല. ഇത് പ്രോസിക്യൂഷനും പോലീസും RSSകാരുമായിട്ട് ഒത്തുകളിക്കുകയാണ് ചെയ്തത് എന്ന് ലീഗുകാർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ ഈ കെ സമസ്തയെപ്പോലെയുള്ള വിപ്ലവ സംഘടനകൾ പോലും കുറ്റപ്പെടുത്തിയത് വളരെ വേദനാജനകമായിപ്പോയി. സുപ്രഭാതം പത്രം അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ വരെ എഴുതി. സിറാജിനും വലിയ മനസ്താപം ഉണ്ടായി. പക്ഷേ അവർ ആ രീതിയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കൂട്ടാക്കിയില്ല. KT ജലീൽ അതിശക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നീതിന്യായ സംവിധാനത്തെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കി എന്നുവേണം പറയാനായിട്ട്. ജലീൽ സാഹിബ് ഇങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കോടതിയിൽ നിന്ന് കേട്ടപ്പോഴേക്ക് വിറയലും തുള്ളപ്പനി ഒരുമിച്ച് വരും. മലമ്പനി പിടിച്ച ആളുടെ അല്ലെങ്കിൽ ചുഴലി രോഗം ബാധിച്ച ആളുടെ ഒരു മനസ്സിലോട്ടാണ് പുള്ളി കോടതിയെ കുറിച്ച് എന്ത് പറയുന്നത്, എന്തും എഴുതുന്നത്. അപ്പോൾ പുള്ളിയുടെ കാര്യം നമ്മൾ പ്രത്യേകം കണക്കാക്കേണ്ടതില്ല. മറ്റ് നേതാക്കളൊക്കെ അവർ ആ ഒരു നിലവാരത്തിൽ തന്നെ എത്തി. ചിലരൊക്കെ കോടതിയെ കുറ്റം പറഞ്ഞു, ബാക്കിയുള്ളവർ പ്രോസിക്യൂഷനെ കുറ്റം പറഞ്ഞു, എല്ലാവരും പോലീസിനെ കുറ്റം പറഞ്ഞു. പോലീസുകാരെന്ത് ചെയ്യാനാണ്? 24 മണിക്കൂറിൽ പ്രതിയെ പിടിക്കണം എന്ന അന്ത്യശാസനം കൊടുക്കും. പോലീസുകാർ യഥാർത്ഥ പ്രതിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അത്ര സമയം പോരാ, ഞങ്ങളൊന്ന് വിശദമായിട്ട് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ മുതലാളിമാർ സമ്മതിക്കില്ല. ഇപ്പോൾ പിടിക്കണം എന്ന് പറയും. പോലീസ് ഉടനെ തന്നെ കൈ കിട്ടിയ ആളെ കൊണ്ടുവന്ന് ഹാജരാക്കും. പിന്നെ സാക്ഷികളെ അതനുസരിച്ച് പൂർവ്വകാല പ്രാബല്യത്തോടെ സൃഷ്ടിക്കും. രേഖകളും മറ്റ് തെളിവുകളും അതിനൊത്ത രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ഹാജരാക്കും. അല്പം വിവരമുള്ള ഒരുത്തൻ പ്രതിഭാഗം വക്കീലായിട്ട് വന്നാൽ അന്ന് കേസ് വെറുതെ വിടും. ഇത് പുതിയ സംഭവമല്ല കേട്ടോ, പണ്ട് കാലത്ത് തൊട്ടേ ഉള്ളൊരു കലാപരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ പോലും ഇതുപോലത്തെ സംഭവങ്ങളുണ്ടായിട്ട്. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട അയൽ ഗ്രാമത്തിൽ ഒരു RSSകാരനെ ഈ ISSകാർ എന്ന് പറഞ്ഞ തീവ്രവാദ പ്രവർത്തകർ ആക്രമിച്ചു. ഇയാളെ വെട്ടി മാരകമായിട്ട് പരിക്കേൽപ്പിച്ചു. 92-ലായിരിക്കണം. ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് അല്പം മുമ്പായിരിക്കാനാണ് സാധ്യത. ഏതായാലും ഇതേക്കുറിച്ച് ഉടനെ തന്നെ RSSകാർ പ്രകോപിതരായി അവിടെ ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ട മുസ്ലിം വൃദ്ധനെ വെട്ടിക്കൊന്നു. വൃദ്ധന്മാരെ ആകുമ്പോൾ കൊല്ലാൻ എളുപ്പമുണ്ട്. കാരണം അവർക്ക് ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് കുറവായിരിക്കും. ആരാണ് വെട്ടിയതെന്നോ എങ്ങനെയാൾ മരിച്ചതെന്നോ വ്യക്തമല്ല. ഒരു കുറ്റിക്കാട്ടിൽ ഈ വൃദ്ധൻ്റെ മൃതദേഹം കാണപ്പെടുകയുണ്ടായി. അന്ന് അതിപ്രഗത്ഭനായ ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ആലുവയിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടല്ല, ഞാനിവിടെ പറയുന്നില്ല എന്ന് മാത്രമേ. ആ മാന്യദേഹം ഉടനെ തന്നെ അന്വേഷണം ഏറ്റെടുത്തു. മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ അത് സംതപ്ത കുടുംബാംഗങ്ങൾക്ക് കൈമാറി. അവർ അദ്ദേഹത്തെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. പിന്നെ പോലീസുകാർ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അവരങ്ങനെ കാത്തിരുന്നു. പ്രതികൾ ഇന്നല്ലെങ്കിൽ നാളെ സ്റ്റേഷനിൽ ഹാജരാവും എന്നുള്ളത് പോലീസുകാർക്കറിയാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പ്രതികളെ കാണുന്നപ്പോൾ സർക്കിൾ അദ്ദേഹം ഫോണെടുത്ത് കറക്കി. അന്നേ കറക്കണ ഫോണേ ഉള്ളൂ, മൊബൈൽ ഫോണില്ല. ഫോണെടുത്ത് കറക്കി RSS കാര്യാലയത്തിലേക്ക് വിളിച്ചു. ആ പ്രതികളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവർ പറഞ്ഞു നാളെ കാലത്ത് ഹാജരാവും. പിറ്റേ ദിവസം കാലത്ത് കൈമ്പ് ചരടൊക്കെ കിട്ടിയ ഒരു 4-5 ജമാൽ ഗുണ്ടന്മാർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരായി. പ്രതികളാണ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ സർക്കിൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അവരുടെ പേരും അച്ഛൻ്റെ പേരൊക്കെ എഴുതിയിരുന്നു. എല്ലാവരോടും തൽക്കാലം ലോക്കപ്പിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അവർ സമാധാനപരമായിട്ട് ലോക്കപ്പിൽ പ്രവേശിച്ചു. അധികം വൈകാതെ അവർക്ക് ജാമ്യം കിട്ടി. ഏതാണ്ട് 1 കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ 1.5 കൊല്ലത്തിന് ശേഷം പറവൂർ കോടതിയിൽ ഇതിൻ്റെ വിചാരണ നടന്നു. പ്രഗത്ഭനായ അഭിഭാഷകൻ TV പ്രഭാകരനായിരുന്നു പ്രതികളുടെ വക്കീൽ. അപ്പോൾ ഈ സർക്കിൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രതികളെ കിട്ടിയ സ്ഥിതിക്ക് ഉടനെ തന്നെ സാക്ഷികളെ പുള്ളി ഉണ്ടാക്കി. ഒന്നാം സാക്ഷി ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് മരിച്ചു പോകും. ഒന്നാം സാക്ഷി വെട്ടുകൊണ്ട RSSകാരനായിരുന്നു. അദ്ദേഹത്തെ ഒന്നാം സാക്ഷിയാക്കി. പിന്നെ 4 സാക്ഷികളെ കൂടി പുള്ളി സൃഷ്ടിച്ചു.
രണ്ട് സാക്ഷികൾ പറയുന്നത്, ഈ പ്രോസിക്യൂഷൻ ഭാഗം 2-3 സാക്ഷികൾ പറയുന്നത് ഈ പ്രതികളായ RSSകാർ കയ്യിൽ കൊടുവാളുമായി കിഴക്കോട്ട് പോകുന്നത് കണ്ടു എന്നുള്ളതാണ്. 3-4 സാക്ഷികൾ പറയുന്നത് ഇതേ പ്രതികൾ കയ്യിൽ ചോരയിറ്റ് വീഴുന്ന കൊടുവാളുമായി എതിർ ദിശയിലേക്ക് നടന്നു വരുന്നത് കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ 2-4 സാക്ഷികളാണ് ഉള്ളത്. പിന്നെ കണ്ട സാക്ഷി, കേട്ട സാക്ഷി, കണക്കെഴുതിയ സാക്ഷി, മാസ്റ്റർ സാക്ഷി, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ, കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ, ഇത്ര സാക്ഷികളാണ് കേസിലുള്ളത്. ഇതിൻ്റെ വിചാരണ ഒരു തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പറവൂർ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. ബുധനാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്കും വിചാരണ കംപ്ലീറ്റ് കഴിഞ്ഞു. കാരണം എല്ലാ സാക്ഷികളും പൊളിഞ്ഞ് പാളീസായി പോയി. ഈ പ്രഭാരം വക്കീലെന്ന് വെച്ചാൽ അതിഭയങ്കരനാണ്. അദ്ദേഹത്തിൻ്റെ എതിർവിസ്താരത്തെ അതിജീവിക്കാൻ അന്നത്തെ കാലത്ത് ഒരു സാക്ഷിക്ക് സാധിക്കുമായിരുന്നില്ല. അത് കൃത്യം കണ്ട സാക്ഷികളാണെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ്, കാണാത്ത സാക്ഷികളാരും പറയാൻ വേണ്ട. ഏതായാലും അഡീഷണൽ സെഷൻസ് ജഡ്ജിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അദ്ദേഹം എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുവിട്ടു. വൈകാതെ തന്നെ ഒരു ഉത്തരവ് പാസ്സാക്കി നമ്മുടെ രാജ്യത്തെ ധന്യമാക്കി. അപ്പോഴത്തേക്കും കരുണാകരൻ്റെ ഭരണം കഴിഞ്ഞ് AK ആൻ്റണിയുടെ ഭരണം വന്നു. ആൻ്റണി സാറിൻ്റെ ഭരണകാലത്ത് പിന്നെ വേറെ നടപടിയൊന്നും ഉണ്ടായില്ല. കാരണം ഇതിൻ്റെ പുറത്ത് അപ്പീൽ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ആ രീതിയിലാണ് തെളിവ്. എല്ലാ സാക്ഷികളും കൂറുമാറിയ ഫലമാണ് അതിൻ്റെ അകത്തുള്ളത്. കണ്ട സാക്ഷി കാണാത്ത സാക്ഷിയും കൂറുമാറി. അവസാനം വന്നപ്പോൾ അപ്പോഴത്തേക്ക് സർക്കാർ മാറി. 1996 EK നായനാർ മുഖ്യമന്ത്രി. ആ സമയത്ത് ഈ മരിച്ചുപോയ ആൾ പഴയ ഒരു CPM കാരനാണ്. അയാളുടെ മക്കളും കൂടി എല്ലാവരും കൂടി ഹൈക്കോടതിയിൽ വന്നു. ഞാനന്ന് സർക്കാർ വക്കീലാണ്. എന്നോട് പറഞ്ഞു, സഖാവേ ഇങ്ങനെ ഒരാൾ വെട്ടിക്കൊന്ന കേസാണ്. ഞാൻ പറഞ്ഞു, കേസ് എനിക്കറിയാം, അതിലൊരു അപ്പീൽ കൊടുക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നു. പറവൂർ കേസ് നടത്തിയ പ്രോസിക്യൂട്ടർ കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും സാധ്യമല്ല, ഇതിലൊരു അപ്പീൽ നിലനിൽക്കുകയില്ല. കടലാസ് മേടിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അപ്പീലൊന്നും നിലനിൽക്കുന്ന പ്രശ്നമില്ല, കൊടുത്താൽ അപ്പം തന്നെ തള്ളും. ഏതായാലും അന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലായിരുന്ന കല്ലട സുകുമാരൻ സാറിനെ കണ്ടു. കല്ലട കാര്യം പറഞ്ഞു. കല്ലട പറഞ്ഞു, നമുക്കൊരു അപ്പീൽ കൊടുത്തു കളയാം. അപ്പോഴത്തേക്കും വലിയ കാലതാമസം വന്നു. അപ്പീൽ കൊടുക്കേണ്ട കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 6 മാസം 7 മാസം പറ്റി. എന്നാലും കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുത്തു. ഒരു ഫലം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് ദിനകറായിരുന്നു അന്ന് ഈ കേസുകൾ കേട്ടത്. അദ്ദേഹം ഈ കേസ് ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. എനിക്ക് തോന്നുന്നത് കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഫയലിൽ സ്വീകരിക്കാതെ തള്ളിയ ആദ്യത്തെ കൊലക്കേസിൻ്റെ പുറത്തുള്ള അപ്പീൽ ഒരുപക്ഷെ ഇതായിരിക്കും. അവസാനത്തും ഇത് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ പോലീസുകാർ കേസ് അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതിനിപ്പോൾ അങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോലീസുകാരെ ആത്മാർത്ഥത്തോടെ അന്വേഷിക്കണമെന്ന് വിചാരിച്ചാൽ പോലും രാഷ്ട്രീയ മുതലാളിമാരും സമുദായ പ്രമാണിമാരും സമ്മതിക്കില്ല. സമയം കൊടുത്ത് അന്വേഷിക്കുക, യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുക, മുടക്കോഴി മലയിൽ പോയി പ്രതികളെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് RSS കാര്യാലയത്തിലേക്കോ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിലേക്കോ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പ്രതികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ വളരെ പെട്ടെന്ന് വന്ന് ഹാജരാവും. കുറ്റം ചെയ്ത ആൾക്കാർ തന്നെ ആയിരിക്കണം പ്രതികളിൽ നിന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത് എന്ന് മാത്രമേ. ഏതായാലും റിയാസ് മൗലവിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെ ആയിരിക്കും സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനഥവാ വിചാരിക്കും, യഥാർത്ഥ പ്രതികളെ ആണോ കിട്ടിയത്? ഇതുണ്ടെങ്കിൽ തന്നെ അവർക്ക് എതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചു. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യപ്പെട്ട സാക്ഷികളായിരുന്നു. അതിനൊക്കെയാണ് സാധ്യത. കാരണം പോലീസ് നമ്മുടെയാണല്ലോ എന്നുള്ളതുകൊണ്ട്. ഏതായാലും അപ്പീൽ കൊടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗം ക്ലിയറായി. പക്ഷേ നാട്ടുകാരുടെ രോഷം അടങ്ങുന്നില്ല. നമ്മുടെ മൗദൂദി ചാനൽ ഈ വിഷയത്തെക്കുറിച്ച് 3 ദിവസം തുടർച്ചയായിട്ട് ചർച്ച നടത്തി. അടുപ്പൂട്ടി ചർച്ചയുണ്ടായിരുന്നു, അതല്ലാത്ത ചർച്ചയുണ്ടായിരുന്നു. മറ്റ് ചാനലുകളും ആരും മോശമാക്കിയില്ല. എല്ലാവരും അവരവർക്ക് ഒത്ത രീതിയിൽ അവരവരുടെ ഭാവനയ്ക്കും മനോധർമ്മത്തിനും ഒത്ത രീതിയിലുള്ള സ്റ്റോറികൾ അടിച്ചു വിട്ടു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും അതുപോലെ അഭിമന്യ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ അവരുടെ ഭാവനയ്ക്കും നിയമപരിജ്ഞാനത്തിനും ഒത്ത രീതിയിൽ ഇതേക്കുറിച്ച് അഭിപ്രായം പറയുന്നത് കേട്ടു. അതിലൊക്കെ കഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കേസിലെ പ്രോസിക്യൂട്ടർ കോടതി തെളിവുകൾ ശരിയായ രീതിയിലല്ല പരിശോധിച്ചത് എന്നൊക്കെ പറഞ്ഞ് വളരെ വികാരവിക്ഷുബ്ധനായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പിന്നീട് അദ്ദേഹം തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി തെളിവുകൾ പത്രക്കാർക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത് കണ്ടു. സെഷൻസ് ജഡ്ജിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത പോയിന്റ് പത്രക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കിയെന്ന് അദ്ദേഹത്തോട് സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നി. ജഡ്ജിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ജഡ്ജിയെ തെറ്റിദ്ധരിച്ചു. പത്രക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാനാണ്? അത് അപ്പീൽ കോടതിയിൽ വാദിച്ചാൽ പിന്നെ വല്ല പ്രയോജനമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല തമാശകളും അവിടെ അരങ്ങേറി. ഇപ്പോൾ സത്യത്തിൽ കോളടിച്ച ഒരാളാണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിച്ചയാണ്. ഉണ്ണിച്ച എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം വീണ്ടും കാസർഗോഡ് മണ്ഡലത്തിൽ ജനവിധി തേടുകയാണ്. കാസർഗോഡ് പൊതുവെ CPMന് പ്രാമുഖ്യമുള്ളൊരു പ്രദേശമാണ്. കാസർഗോഡ് മഞ്ചേശ്വരവും ലീഗിൻ്റെ കോട്ടകളാണ്.
മണ്ഡലത്തിൻ്റെ ബാക്കി 5 അസംബ്ലി സെഗ്മെൻറ്റ്സും CPMന് വലിയ മേൽക്കോയ്മയുള്ള പ്രദേശങ്ങളാണ്. അവിടെയാണ് പാവ ഉണ്ണിച്ച കഴിഞ്ഞ തവണ നിന്ന് അങ്ങനെ ഫ്ലൂക്കിൽ ജയിച്ചത്. അന്ന് ഈ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ കൊലപാതകം സൃഷ്ടിച്ച ഒരു വിപരീത വികാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉണ്ണിച്ച രക്ഷപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം നെറ്റിയിലെ കരിക്കുറി മാച്ച് കാസർഗോഡ് മത്സരിക്കുക, ആരുടെയോ പൊട്ടഭാഗ്യത്തിന് ജയിക്കച്ചു. സ്വന്തം നാടായ കുണ്ട്രയിൽ മേഴ്സിക്കുട്ടി അമ്മയോട് 30,000 വോട്ടിന് തോറ്റ ആളാണ് ഉണ്ണിച്ച. അതിനുശേഷമാണ് പുള്ളി കാസർഗോഡ് പോയി ഭാഗ്യ പരീക്ഷിച്ച് വിജയിച്ചു. പിന്നെ അദ്ദേഹം കാസർഗോട്ടുകാരനായിട്ട് മാറി. ഉണ്ണിത്താൻ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ആരും അറിയില്ല, ഇദ്ദേഹത്തെ ഉണ്ണിച്ച എന്ന് പറഞ്ഞാൽ അറിയൂ. കാസർഗോട്ടുകാരെ അങ്ങനെയാണ് സംസാരിക്കുക. റഹ്മാൻ ഇക്ക എന്നുള്ളതിന് റഹ്മാൻച്ച എന്ന് പറയും. അതുപോലെയാണ് ഉണ്ണിത്താൻ എന്നുള്ളതിന് ഉണ്ണിച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ണിച്ച ഇത്തവണ വീണ്ടും കോളടിച്ച മട്ടിലാണ്. കാരണം റിയാസ് മൗലവിയുടെ കൊലപാതകത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടുകാരും മുസ്ലിം ലീഗുകാരും സമസ്തക്കാരും മുജാഹിദുകാരും എല്ലാവരും മാർക്സിസ്റ്റ് വിരുദ്ധരായിരിക്കും. ഉണ്ണിച്ചാക്ക് ഈ വോട്ടുകൾ മുഴുവനും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നു പോയിരിക്കുന്നത് ഉണ്ണിച്ചയുടെ ടൈം ബെസ്റ്റ് ടൈം എന്നുള്ളത് നമുക്കൊന്നും പറയാനില്ല. ഏതായാലും റിയാസ് മൗലവിക്ക് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഉണ്ണിച്ചയുടെ കാര്യം കോളടിച്ചു, യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.